നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ എലിമെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. സെൻഡർ ഉണ്ടാവും, ആരാണോ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, ഒരു മീഡിയം ഉണ്ടാവും, ഏത് രൂപത്തിലാണോ നമ്മൾ മെസ്സേജ് അയക്കുന്നത്, പിന്നെ ഒരു റിസീവർ, ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് റിസീവ് ചെയ്യുന്ന ഒരാള്. അതേപോലെ ഒരു മെസ്സേജ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടാവും. സോഴ്സ് ആണ് സെൻഡർ, ആരാണോ കേൾക്കുന്നത്, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, അതാണ് റിസീവർ. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് ആണ് നമ്മുടെ മെസ്സേജ്. നമ്മൾ യൂസ് ചെയ്യുന്ന ചാനൽ, അത് ടെലിവിഷൻ ആയിക്കോട്ടെ, പേപ്പർ ആയിക്കോട്ടെ, വെറും സൗണ്ട് ആയിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ, ദാറ്റ് ഇസ് എ ചാനൽ. ആൻഡ് ഇത്രയും കഴിഞ്ഞ് നമ്മളൊരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് എത്രത്തോളം അത് കിട്ടി, അവർ തരുന്ന റെസ്പോൺസ് ആണ് നമ്മുടെ ഫീഡ്ബാക്ക്. സോ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞു, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, മാസ് മീഡിയ ഉണ്ട്, ഈ പറഞ്ഞ പോലെ പേപ്പർ, ടെലിവിഷൻ, റേഡിയോ, ബുക്സ്, പാംലെറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാസ് മീഡിയ. അല്ലെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റിയിലുള്ള ഇൻഡിവിജ്വൽ അതിൻ്റെതായിട്ടുള്ള ഫോക്ക് മീഡിയ, നാടകങ്ങളുടെ രൂപത്തിലാവാം, അല്ലെങ്കിൽ പാട്ടുകളുടെ രൂപത്തിലാവാം, പാവകളി, അങ്ങനെ പല ഫോക്ക് മീഡിയ വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷെ ഇന്റർപേഴ്സണൽ ആണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള, ഏറ്റവും ആളുകളെ നമുക്ക് പെർസ്വേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആളുകളിൽ ഡയറക്റ്റ് ആയിട്ട് മാറ്റം വരുത്താൻ പറ്റിയൊരു പ്രോസസ്സ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ആണ് സംസാരിക്കുന്നത്, നമുക്ക് വേഗം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും നമ്മൾ പറയുന്ന വ്യക്തിയെ. മാസ് മീഡിയ ആണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ TV, റേഡിയോ അങ്ങനത്തെയൊക്കെ ആയിരിക്കും, പക്ഷെ നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് അറ്റ് എ ടൈം എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് മാസ് മീഡിയ. പക്ഷെ 1-to-1 മീഡിയ പോലെ അത്രയും എളുപ്പം നമുക്ക് ഒരാളെ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇനി ഫോക്ക് മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഒരു കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെതായിട്ടുള്ള ട്രഡീഷണൽ ഡാൻസോ സിംഗിങ്ങോ ഒക്കെ ആകുമ്പോൾ അതേ കമ്മ്യൂണിറ്റിയുടെ വാല്യൂസ് ആ ആളുകളുടെ ഒരു ചിന്താഗതിക്ക് യോജിച്ചതായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് നമ്മൾ പറയുന്ന സാധനം പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഫീഡ്ബാക്ക് നമ്മൾ പറഞ്ഞിരുന്നു, ഓഡിയൻസ് നമുക്ക് തരുന്ന റെസ്പോൺസ് ആണ്. ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ വൺ ഓൺ ആണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ റെസ്പോൺസ് കിട്ടും. പക്ഷെ മാസ് മീഡിയ ആണെങ്കിൽ നമുക്ക് പോളോ, ഒപ്പീനിയൻ പോൾസോ, ആറ്റിറ്റ്യൂഡ് സർവീസോ, ഇന്റർവ്യൂസോ ഒക്കെ നടത്തിയാൽ മാത്രമേ റെസ്പോൺസ് അറിയാൻ പറ്റൂ. ഇനി കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് നമ്മൾ പറഞ്ഞാൽ വൺ വേ ആവാം, ലെക്ചർ ഹൗസിലൊക്കെ ഉള്ള പോലെ ഒരാൾ പറയുന്നു, ഓഡിയൻസ് കേൾക്കുന്നു, തിരിച്ചൊരു ഇന്ററാക്ഷൻ ഇല്ലാത്ത ടൈപ്പ് ആവാം. പിന്നെ 2-way കമ്മ്യൂണിക്കേഷൻ ആവാം, വെർബൽ കമ്മ്യൂണിക്കേഷൻ ആവാം, സംസാരത്തോടു കൂടിയുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം, അല്ലെങ്കിൽ നോൺ വെർബൽ, അവിടെ സംസാരിക്കാൻ ഒരു സ്കോപ്പ് ഇല്ല, വിത്തൗട്ട് വോയിസ്, ബാക്കി ആക്ഷൻസ്, പിക്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാവാം. പിന്നെ ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം. ഫോർമൽ എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് ബോഡി ഒരു റൂളോ റെഗുലേഷനോ ഇറക്കുന്നത്, അത് ആളുകളിലേക്ക് എത്തിക്കുന്നു, നോട്ടീസോ പേപ്പറിൽ കൂടിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആളുകളുടെ ഇടയിൽ, ഇപ്പൊ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇടയ്ക്കുള്ള ഒരു ഗോസിപ്പ് ഷെയറിംഗ് ആവാം, അതൊക്കെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ മീഡിയ, ടെലിവിഷൻ അങ്ങനത്തെ വിഷ്വൽ മീഡിയ ആവാം. ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആവാം. സോ വൺ വേ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വേറെ പേര് പറഞ്ഞ ഡൈഡാക്ടിക് മെത്തേഡാണ്. കമ്മ്യൂണിക്കേറ്ററിന് ഡയറക്റ്റ്ലി ഓഡിയൻസിലേക്കാണ്. എക്സാമ്പിൾ ലെക്ചർ മെത്തേഡ് ആയിരുന്നു പറഞ്ഞിരുന്നത്. 2-way കമ്മ്യൂണിക്കേഷന്റെ വേറെ പേരാണ് സോക്രാറ്റിക് മെത്തേഡ്. കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ കേൾക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഓഡിയൻസിന് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. പിന്നെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ സ്പീച്ച് അല്ലെങ്കിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ വേർഡ്സ് യൂസ് ചെയ്യാതെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. ബോഡി മൂവ്മെന്റ്സോ ആക്ഷൻസോ ഫേഷ്യൽ എക്സ്പ്രഷൻസോ ഒക്കെ കൊണ്ട്
ഒരു കാര്യം നമ്മൾ വേറൊരാളിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ ഇറ്റ് ഇസ് ഓൾവേസ് സെഡ് ദാറ്റ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് മോർ എഫക്റ്റീവ്, ഓർ ഇറ്റ് സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. പിന്നെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് ബോഡി ഇറക്കുന്ന ഒരു ഓർഡർ ഒക്കെ ആണെങ്കിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഒരു അതോറിറ്റി തരുന്ന ഒരു ഓർഡർ. ഇൻഫോർമൽ എന്ന് പറയുന്ന ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും, ഗോസിപ്പുകളോ റൂമേഴ്സോ അങ്ങനത്തെ. പിന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ചാർട്ട്, ഗ്രാഫ്സ്, പിക്ചേഴ്സ് അങ്ങനെയൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ട് ആളുകളെ ഒരു ചിത്രരൂപേണ പറഞ്ഞു മനസ്സിലാക്കുന്നതിനാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ടെലി കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇന്റർനെറ്റ്. ദൂരത്തിലിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടെലി കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യും. ഒരു വൈഡർ റേഞ്ച് ഓഫ് ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ TV, റേഡിയോ, ഇന്റർനെറ്റ് പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. ഇനി പോയിന്റ് ടു പോയിന്റ് ടെലി കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ടെലിഫോൺ യൂസ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേഷനുള്ള പല ബാരിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഫിസിയോളജിക്കൽ ബാരിയർ ആവാം, സൈക്കോളജിക്കൽ ബാരിയർ ആവാം, എൻവയറമെന്റൽ ബാരിയർ ആവാം, അല്ലെങ്കിൽ കൾച്ചറൽ ബാരിയർ ആവാം. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കുള്ള ഡിഫിക്കൽട്ടിയോ എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ ഓരോ ഇൻഡിവിജ്വലിൻ്റെതായിട്ട് ഓരോരോ വ്യക്തികളുടേതായിട്ടുള്ള ഫിസിക്കൽ പ്രശ്നങ്ങളാണ് ഫിസിയോളജിക്കൽ. സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ അതേപോലെ ഇമോഷണൽ ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ IQ ലെവൽ മനസ്സിലാക്കാനുള്ള കഴിവ് കുറവാണെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞു. പിന്നെ എൻവയറമെന്റൽ ഫാക്ടേഴ്സ് പറഞ്ഞു, നോയ്സ് ഇൻവിസിബിലിറ്റി അല്ലെങ്കിൽ കൺജഷൻ. ഒരു കാര്യം നമ്മൾ പ്രൊജക്ട് ചെയ്തത് കാണാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. ആ ഏരിയയിൽ ഉണ്ടായിരുന്ന മൂടലോ അല്ലെങ്കിൽ സൗണ്ട് കേൾക്കാനുള്ള ബുദ്ധിമുട്ട്, വേറെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് സറൗണ്ടിങ്സ് ഉണ്ടെങ്കിൽ എൻവയറമെന്റിൽ ഉണ്ടെങ്കിലാവാം. ഇതൊക്കെ എൻവയറമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. പിന്നെ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ആളുകളിലുള്ള ഇല്ലിറ്ററസി ആവാം, അതായത് അവരുടെ ലെവൽ ഓഫ് നോളജ് കുറവായതുകൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ കസ്റ്റംസോ ബിലീഫ്സോ ആവാം. അങ്ങനെ ഇത്രയുമാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങളായിട്ട് വരുന്നത്. പിന്നെ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു. ഹെൽത്ത് കമ്മ്യൂണിക്കേഷനും ഹെൽത്ത് എഡ്യൂക്കേഷനും സെയിം ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു പ്രിവെന്റീവ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലാണ് ഹെൽത്ത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ സയന്റിഫിക് നോളജ് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തുള്ളൂ. അതുവഴി അവരവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുള്ളൂ. ആൻഡ് അതിനനുസരിച്ച് ഹെൽത്തിൽ ഇംപ്രൂവ്മെന്റും വരുള്ളൂ. ഹെൽത്ത് കമ്മ്യൂണിക്കേഷന്റെ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് പറഞ്ഞത് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ, മോട്ടിവേഷൻ, പെർസ്വേഷൻ, കൗൺസിലിംഗ്, റേസിംഗ് മൊറാൽ, ഹെൽത്ത് ഡെവലപ്മെന്റ് ആൻഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇത്രയാണ് 8 ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ്. അതിൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ് ഓൺ ചെയ്യുന്ന നോളജ്, എന്താണോ നമ്മൾ പറയുന്നത് ആ സയന്റിഫിക് നോളജ് ആണ് ഇൻഫർമേഷൻ. എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിക്ക് ഈ അറിവ് പറഞ്ഞു കൊടുക്കുക. മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവരെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരിലെ ചേഞ്ച് വരുത്തുന്നതിനെയാണ് മോട്ടിവേഷൻ. പിന്നെ പെർസ്വേഷൻ, ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക, ആളുകൾക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുക, ഹെൽത്ത് ഡെവലപ്മെന്റ് കൊണ്ടുവരിക, പിന്നെ റേസിംഗ് മൊറാൽ, അതോ അവരുടെ കോൺഫിഡൻസും അവരെ ബൂസ്റ്റപ്പ് ചെയ്യുക, പിന്നെ ഒരു ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ടാക്കുക. ഇത്രയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് which aims at encouraging people to want to be healthy, to know how to stay healthy, to do what they can individually and collectively do to maintain health, and to seek help when needed. ആളുകൾക്ക് ഹെൽത്ത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം, എങ്ങനെ ഹെൽത്തി ആയിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം, ഇൻഡിവിജ്വലി അവർക്ക് എന്തൊക്കെ അവരുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴാണ് അവർ അൺഹെൽത്തി ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കുക, എപ്പോഴാണ് അവർ ഹെൽപ്പ് ചോദിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇത്രയാണ് നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ
മീനിങ് അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള ഹെൽത്ത് സർവീസസ് എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കണം. അതേപോലെ അതിനെ എങ്ങനെ അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് അതിനെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രൈമറി ഹെൽത്ത് അംഗനവാടി പോലത്തെ ഒരു സെന്ററിൽ സാധാരണ ജനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, വാക്സിനേഷൻ, കുട്ടികൾക്കായിട്ടുള്ള വാക്സിനേഷൻ ആവാം, അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പുകളാവാം ഗർഭിണികൾക്കുള്ളത്. ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ട് എന്ന് അവർ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം. ആശാ വർക്കേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവൽ ഏറ്റവും താഴെ തട്ടിൽ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് വർക്കേഴ്സ് ആയിരിക്കും അവർക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. ഇങ്ങനൊരു ഫെസിലിറ്റി നമ്മുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങൾ ഉപയോഗിക്കണം എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അവർക്കത് മനസ്സിലായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്, അവരുടെ യൂസിനുള്ളതാണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോഴാണ് ആളുകൾ അതിലേക്ക് വരുള്ളൂ. അത് കഴിഞ്ഞാൽ മാത്രമേ അവരത് യൂസ് ചെയ്ത് തുടങ്ങുള്ളൂ. ഒരിക്കൽ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ ഈസിനെസ്സോ അവർക്ക് മനസ്സിലാവും. സോ നമ്മൾ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് കെയറിന്റെ ഇമ്പോർട്ടന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നത് അൽമ അറ്റ ഡിക്ലറേഷനാണ്. 1978 ഇത് കൊണ്ടുവന്നത് WHO. അത് അഡോപ്റ്റ് ചെയ്തത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ് 1978 സെപ്റ്റംബർ 6th 12th ഇടയ്ക്കാണ് നടന്നിരുന്നത്. ഈ ഡിക്ലറേഷൻ ഹിസ്റ്റോറിക്കൽ ആയിരുന്നു. കാരണം 134 കൺട്രീസിന്റെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സും അതേപോലെ 67 ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞൊരു കോമൺ ഡെഫിനിഷന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു കോമൺ എൻറ്റിറ്റിയുടെ മുകളിൽ എല്ലാവരും ഒത്തുചേർന്ന് വർക്ക് ചെയ്യാൻ കൊണ്ടുവന്ന ഡിക്ലറേഷനാണ് അൽമാട്ട ഡിക്ലറേഷൻ. ഇത് സൈൻ ചെയ്തത് കസാക്കിസ്ഥാനിൽ വെച്ചിട്ടായിരുന്നു. ഓൺ ആൻ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ പ്രൈമറി ഹെൽത്ത് കെയർ. ഇതിന് ഫണ്ടിങ് അല്ലെങ്കിൽ സ്പോൺസറിങ് ചെയ്തിരിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO ആണ്. അൽമ അറ്റ ഡിക്ലറേഷൻ വന്നതിന് ശേഷം ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹെൽത്തിൽ കൊണ്ടുവന്ന ചേഞ്ചസ് ഒരു അസുഖം പ്രിവെന്റ് ചെയ്യാന്നുള്ളതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്രൊമോട്ട് ചെയ്യാം എന്നതിലേക്ക് മാറി ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിൽ വ്യത്യാസം വരുത്തുന്നതിന് പകരം ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സോഷ്യൽ എൻവയറമെന്റിൽ വ്യത്യാസം കൊണ്ടുവരണം. കമ്മ്യൂണിറ്റിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതിനെക്കാട്ടി ഉപരി കമ്മ്യൂണിറ്റിനെ നമ്മൾ കൊണ്ടുവരുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അവരെയും കൂടെ ഉൾപ്പെടുത്താണ് ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കി. അതേപോലെ പ്രൊമോഷൻ ഓഫ് സെൽഫ് റിലയൻസ് അറ്റ് ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ലെവൽസ്, എല്ലാ ലെവൽസിലും ഓരോ ഇൻഡിവിജ്വലിന്റെ ഇൻവോൾവ്മെന്റ് കൊണ്ടുവന്നു. സോ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് ലാസ്റ്റ് ഡേത്തെ ക്ലാസ് ആയിരുന്നു. ഇനി ഇന്നത്തെ ടോപ്പിക് ആസ് സച്ച് അപ്രോച്ച് ടു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് 4 രീതിയിൽ ചെയ്യാം. റെഗുലേറ്ററി അപ്രോച്ച് ആവാം, സർവീസ് അപ്രോച്ച് ആവാം, ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് ആവാം, പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് ആവാം. ഫസ്റ്റ് വൺ, അതായത് റെഗുലേറ്ററി അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഒരു ഗവൺമെന്റ് ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ആക്ഷൻ ഉണ്ട്, അതുവഴി ആളുകളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്താം. അതിനൊരു എക്സാമ്പിൾ ആണ് ചൈൽഡ് മാരേജ് റെസ്ട്രെയിന്റ് ആക്ട് അല്ലെങ്കിൽ കമ്പൽസറി സീറ്റ് ബെൽറ്റ് ലോ എന്നൊക്കെ പറയുന്നത്. ഗവൺമെന്റ് ആയിട്ടൊരു റൂൾ അല്ലെങ്കിൽ ആക്ഷൻ കൊണ്ടുവരും, അത് നമ്മൾ ആളുകളിലേക്ക് മാസ് മീഡിയയോ പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ പ്രിന്റഡ് നോട്ട്സോ പല രൂപത്തിൽ നമ്മൾ ആളുകളിലേക്ക് അത് എത്തിക്കും. എന്നിട്ട് അവരെ അതുവഴി പറഞ്ഞ് മനസ്സിലാക്കും, എഡ്യൂക്കേറ്റ് ചെയ്യും. അങ്ങനെ അവരുടെ ലൈഫിൽ അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരും. പണ്ടത്തെ കാലത്ത് നമുക്കറിയാം ചൈൽഡ് മാരേജ് യങ്ങർ ഏജ് ഗ്രൂപ്പിൽ തന്നെ കുട്ടികളെ കല്യാണം കഴിപ്പിക്കുകയായിരുന്നു. അപ്പൊ അതുവഴി അവർക്ക് ഉണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, മെന്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ടാണ് ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് കൊണ്ടുവന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 2006. അതുവഴി നമ്മൾ ആളുകളോട് പറയും എന്തിനാണ് നമ്മൾ ഇത്രയും നേരത്തെ കല്യാണം കഴിപ്പിക്കേണ്ടാത്തത്. അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ലൈഫിൽ സെറ്റിൽ ആക്കുന്നതുകൊണ്ടോ നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്. ആദ്യം പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കും, പിന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കും.
പിന്നെ ഇനി അങ്ങനെ വല്ല ആക്റ്റും എവിടെയും നടക്കുന്നുണ്ടെങ്കിൽ അതിന് തടയാനായിട്ടുള്ള ബാക്കി ആക്ഷൻസ് പോലീസോ ബാക്കി അതോറിറ്റീസിനുള്ള ആക്ഷൻസ് എടുക്കും. ഇതാണൊരു ബേസിക് എക്സാമ്പിൾ. റെഗുലേറ്ററി അപ്രോച്ച് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ്. പിന്നെ വേറെ എക്സാമ്പിൾ ആണ് സീറ്റ് ബെൽറ്റ് വെയറിംഗ്. അപ്പം യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത് കൊണ്ടുള്ള സേഫ്റ്റി യൂസസ് എന്തൊക്കെയാണെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ കാറിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത സമയത്ത് എത്ര ആളുകൾക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ട് സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട് അതിന്റെ കണക്ക് പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെയാണ് ഒരു സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ സേഫ്റ്റി എന്തൊക്കെയാണെന്നൊക്കെ കൺവേ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ആളുകൾ അതിനനുസരിച്ച് എഡ്യൂക്കേറ്റഡ് ആവും, അവരതിലേക്ക് യൂസ്ഡ് ആവും, അവരത് അവരുടെ ലൈഫിലും കൂടെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു ഗവൺമെന്റ് ബോഡി ഒരു റൂൾ ആൻഡ് റെഗുലേഷൻ കൊണ്ടുവരുന്നതിനെയാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് അപ്രോച്ച്, അതായത് റെഗുലേറ്ററി അപ്രോച്ച് എന്ന് പറയാം ഓഫ് എഡ്യൂക്കേഷൻ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സർവീസ് അപ്രോച്ച്. സർവീസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബേസിക് ഹെൽത്ത് കെയർ സർവീസസ് ആണ് കൊണ്ടുവരുന്നത് 1960s. ഇതുവഴി ഹെൽത്ത് സർവീസസ് ഡയറക്ട്ലി ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ എയിം. പക്ഷെ ഇതിനൊരു ഫെയിലിയർ റീസൺ ഉണ്ടായിരുന്നു. അത് ആളുകളുടെ എക്സാക്ട് എന്താണ് നീഡ്, ആ നമ്മൾ സർവീസ് കൊടുക്കുന്ന ആളുകളുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കാതെ ആയിരുന്നു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഫ്രീ വാട്ടർ സീൽ ലാട്രിൻസ്. ഫ്രീ വാട്ടർ സീൽ ലാട്രിൻസ് പറയുമ്പോൾ നോർമൽ ടോയ്ലറ്റ് സിസ്റ്റം ആയിരുന്നു, പക്ഷെ ഫ്ലഷിന് പകരം നോർമൽ പൈപ്പ് വാട്ടർ യൂസ് ചെയ്തിട്ടുള്ള സിസ്റ്റം ആയിരുന്നു സീൽ. പക്ഷെ പിന്നീട് അത് ലോങ് റണ്ണിൽ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വാട്ടർ കൺസംഷൻ കുറച്ചുകൂടെ കൂടുതലായിരുന്നു. അത് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനോടോ അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റ്സിനോ മാച്ചിങ് അല്ലായിരുന്നു എന്ന് മനസ്സിലായി. അതിനനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് മോഡേൺ ടോയ്ലറ്റ് സിസ്റ്റത്തിലേക്ക് എത്തിച്ചു. ഇതാണ് സർവീസ് അപ്രോച്ച്. ഡോർ സ്റ്റെപ്പിൽ ആളുകളുടെ ലെവലിലേക്ക് ഇറങ്ങി അവർക്ക് ഓരോരുത്തർക്കും സർവീസസ് പ്രൊവൈഡ് ചെയ്യാം. തേർഡ് ടൈപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ എയിം ഇതില് ആളുകളുടെ ബിഹേവിയർ അല്ലെങ്കിൽ ആളുകളുടെ ലൈഫ് സ്റ്റൈല് വ്യത്യാസം കൊണ്ടുവരാം ത്രൂ എഡ്യൂക്കേഷൻ. ഫോർ എക്സാമ്പിൾ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സേഫ് വാട്ടർ സപ്ലൈ യൂസ് ചെയ്യുക, ഫെർട്ടിലിറ്റി ഗർഭനിരോധന മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ നമ്മളെ ലൈഫിൽ കണ്ടുവരുന്ന കുറെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിൽ ആരാണോ കോമൺ ആൾക്കാർ അവരെ നമ്മൾ സാധാരണക്കാരെ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ആയിരിക്കണം ഈ കാര്യങ്ങൾക്കൊരു കൺട്രോൾ കൊണ്ടുവരുന്നത്. സോ ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ചിൽ നമ്മൾ വിചാരിക്കുന്നത് ഇൻഫർമേഷൻ കിട്ടിയ ആളുകൾ അവരുടെ ലൈഫിൽ ഒരു ഹെൽത്തി ചോയ്സ് കൊണ്ടുവരും എന്നാണ്. ഇതൊരു സ്ലോ പ്രോസസ് ആണ്, പക്ഷെ റിസൾട്ട്സ് കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട്സ് ആണ്. നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് മാസ് മീഡിയ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സോഷ്യൽ ഓർഗനൈസേഷൻസ് വഴി ക്ലാസ്സുകൾ നടത്താം, ആളുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കാനായിട്ടുള്ള ക്ലാസ്സുകൾ. ഇപ്പൊ മാസ് മീഡിയയിലാണെങ്കിൽ നമ്മൾ ഇപ്പൊ സ്മോക്കിംഗ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിനിമ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ കാണിക്കാം. സ്മോക്ക് ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഗുഡ്ക യൂസ് ചെയ്ത ആളുകൾക്ക് ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസിന്റെ ഫോട്ടോസോ വീഡിയോസോ അവരുടെ ബുദ്ധിമുട്ടുകളുടെ വീഡിയോസോ ഫോട്ടോസോ കാണിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഡയറക്റ്റ് ആയിട്ട് ആളുകളുടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ വേറൊരു കാര്യം, ഹെൽത്ത് എഡ്യൂക്കേഷൻ എപ്പോഴും യങ്ങർ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ചെറുപ്പകാലത്തിൽ തുടങ്ങണം. നമ്മൾ പറയില്ലേ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ എല്ലാ ബിഹേവിയർ പാറ്റേൺസും നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ ലൈഫിൽ ഏർലി സ്റ്റേജിൽ അല്ലെങ്കിൽ യങ്ങർ ചൈൽഡ്ഹുഡിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനും ഏറ്റവും ഏർലി ചൈൽഡ്ഹുഡിൽ കൊടുക്കണം. സ്റ്റാർട്ടിങ് ഫ്രം സ്കൂൾ ഏജ് കുട്ടികളിൽ തൊട്ട് തുടങ്ങിയാലാണ് അവർക്ക് വലുതാവുമ്പോൾ അങ്ങനെ ഒരു ശീലം ഇല്ലാതിരിക്കുക. ഒരുപാട് ഒരു ബിഹേവിയർ ഉണ്ടായി പഴകി വന്ന ആളുകൾ അത് നമുക്ക് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഈ പറഞ്ഞ പോലെ സ്മോക്കിങ്ങിനെ കുറിച്ചുള്ള സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യണമെന്നാണെങ്കിൽ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്തതുകൊണ്ട് ഉണ്ടാവുന്ന
ഹെൽപ്പ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്തുകൊണ്ടുണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ക്യാൻസറുകൾ വരാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ശ്വാസമുട്ടല്, എംഫൈസിമ, അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആളുകൾക്ക് വരാൻ പറ്റുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഫൈനൽ അപ്രോച്ച് എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് ആണ്. പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു ഇന്റർ സെക്ടറൽ കോർഡിനേഷൻ ആണ്. പല വിഭാഗങ്ങളും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ്. അതിൽ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ വേണം, ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവണം, ബാക്കി ടെക്നിക്കൽ സപ്പോർട്ട് വേണം. എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു അപ്രോച്ചാണ് പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച്. പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ചിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ എംപവർ ചെയ്യാം, ടു ബി സെൽഫ് റിലയന്റ് ഇൻ ഹെൽത്ത് മാറ്റേഴ്സ്. അവർ സെൽഫ് സഫീഷ്യന്റ് ആയിരിക്കണം അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ. ഹെൽത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിലായാലും അതെ, ഹെൽത്തിനൊരു സ്റ്റെപ്പ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്ന കാര്യത്തിൽ അവർ ഇൻഡിവിജ്വലി എംപവേർഡ് ആയിരിക്കണം. അതിനുള്ള നോളജ് അവർക്ക് കൊടുത്തിരിക്കണം, അതിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഹെൽത്ത് കെയർ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്നും കൂടെ അവർക്ക് അറിഞ്ഞിരിക്കണം. സോ ഈ ഹെൽത്ത് കെയർ അപ്രോച്ചിൽ നമുക്കൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ അടുത്ത് നിന്നുള്ള ഹെൽപ്പും കൂടെ ആവശ്യമാണ്, അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പ്രൈമറി ഹെൽത്ത് കെയർ ഓരോ ഇൻഡിവിജ്വലിന്റെയും ഹെൽത്ത് നീഡ്സ് എന്താണെന്ന് അറിയണം, പ്രൊമോട്ട് ചെയ്യണം അവരുടെ പ്രോപ്പർ ഹെൽത്തിനെ, ഡിസീസസ് പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ വരാതിരിക്കണം, കൺട്രോൾ ചെയ്യണം. ഇനി അഥവാ ഡിസീസ്ഡ് ആയ ഒരാളാണ്, അസുഖം വന്ന ഒരാളാണെങ്കിൽ അതിന് വേണ്ട തക്കതായ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. ഒരു ആക്സിഡന്റ് വന്ന് കാലൊടിഞ്ഞു പോയ ആളാണ്, അവർക്ക് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ. കാല് നഷ്ടപ്പെട്ട ഒരാൾക്ക് ആർട്ടിഫിഷ്യൽ കാല് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു വീൽ ചെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അങ്ങനെ അവരുടെ ലൈഫിന് ഈ ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ടും അവർക്ക് നോർമലി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ മാക്സിമം എത്ര സപ്പോർട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് റീഹാബിലിറ്റേഷൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പാലിയേഷൻ, സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കാര്യങ്ങളിൽ അത് കൊടുക്കുക. സോ ഓരോ കമ്മ്യൂണിറ്റിയിലെയും ഓരോ ഇൻഡിവിജ്വലിന്റെയും ഹെൽത്ത് നീഡ്സ് അറിഞ്ഞുകൊണ്ട് അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക ആണ് പ്രൈമറി ഹെൽത്ത് കെയറിന് ഉദ്ദേശിക്കുന്നത്. 4 പില്ലേഴ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ വേണം, ഇന്റർ സെക്ടറൽ പല സെക്ടേഴ്സ് തമ്മിൽ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം, അതിന് തക്കവണ്ണമുള്ള ടെക്നോളജി, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കാല് നഷ്ടപ്പെട്ട ഒരാൾക്ക് കാല് കൊടുക്കാനുള്ള ഫെസിലിറ്റി എന്താണോ അത് അവൈൽ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇൻഫെക്ഷൻ ആണ് വന്നെങ്കിൽ അതിന് വേണ്ട മെഡിസിൻസ് എത്തിച്ചു കൊടുക്കാനുള്ള സിസ്റ്റം വേണം. അങ്ങനെ സപ്പോർട്ട് മെക്കാനിസം എന്നത് ആളുകൾക്ക് റെഡിലി അവൈലബിൾ ആയിരിക്കണം. ഇത്രയാണ് പ്രൈമറി ഹെൽത്ത് കെയറിന്റെ 4 മേജർ പില്ലേഴ്സ്. ഇനി മോഡൽസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് 4 അപ്രോച്ചസ് ടു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. റെഗുലേറ്ററി അപ്രോച്ച് ആവാം, ഒരു ഗവൺമെന്റ് റൂള് വഴി, അല്ലെങ്കിൽ സർവീസ് അപ്രോച്ച് ആവാം, ഹെൽത്ത് സർവീസ് ഓരോരുത്തരുടെയും ഡോർ സ്റ്റെപ്പിലേക്ക് എത്തിക്കുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച് ആവും, ഒരു കമ്മ്യൂണിറ്റിയിലെ ഓരോ ഇൻഡിവിജ്വൽസിനെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് ആവും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് മോഡൽസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. സോ ആദ്യത്തെ മോഡലാണ് മെഡിക്കൽ മോഡൽ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. സോ നമ്മൾ പറഞ്ഞു പല മോഡൽസും റിലൈസ് ചെയ്തിരിക്കുന്നത് നോളജ് പ്രൊവൈഡ് ചെയ്യുക, അതുവഴി ആളുകൾക്ക് ബിഹേവിയർ ചേഞ്ചസ് കൊണ്ടുവരാനുള്ളതായിരുന്നു. സോ മെഡിക്കൽ മോഡലും അതേപോലെ തന്നെയാണ്, പക്ഷെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സയന്റിഫിക് ആയിട്ടുള്ള നോളജ് ആയിരിക്കും. അല്ലെങ്കിൽ വിത്ത് ഒരു ഡിസീസ് ഉണ്ട്, ആ ഡിസീസിന്റെ ഒരു അസുഖത്തിന്റെ കാരണം എന്തൊക്കെയാണ്, അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതിനെ ട്രീറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത്രയായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള നോളജ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക.
ഒരു അസുഖത്തിനെ റെക്കഗ്നൈസ് ചെയ്യാനും അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ബയോമെഡിക്കൽ മോഡൽ ഉണ്ട്, ബയോ സൈക്കോളജിക്കൽ മോഡൽ ഉണ്ട്. ബയോമെഡിക്കൽ മോഡലാണ് ഞാനിപ്പോ പറഞ്ഞത്. ഒരു ഡിസീസ് അല്ലെങ്കിൽ അസുഖം അത് കോസ് ചെയ്യുന്നത്, ഇപ്പൊ കൊറോണ വന്നു, കൊറോണ വൈറസ് ആണ് അത് കോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെ അത് സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറയാം. ഇപ്പൊ ശ്വാസകോശത്തിലൂടെ സ്പ്രെഡ് ചെയ്യുന്നതാവാം, ചുമയ്ക്കുമ്പോ, തുമ്മുമ്പോ, ഏതൊക്കെ റൂട്ടിൽ കൂടിയാണ് അത് സ്പ്രെഡ് ആവുന്നത്, എങ്ങനെയാണ് ഇന്ന അസുഖമാണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക, അതിന്റെ രോഗലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇനി അതിനെ ട്രീറ്റ് ചെയ്യാൻ ഏതൊക്കെ സ്റ്റേജിൽ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ഇന്റർവീൻ ചെയ്യുക, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, എത്ര സിവിയർ ആയിട്ടുള്ള ആളുകളായിരിക്കും ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എത്തേണ്ടത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻ ആണ്. അതും അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇന്റർവെൻഷൻ. ബയോ സൈക്കോളജിക്കൽ മോഡൽ എന്ന് പറയുമ്പോൾ ഒരു അസുഖം എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ അതിന്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്വിറ്റിംഗ് സ്മോക്കിംഗ് നമ്മൾ പറഞ്ഞു, സ്മോക്കിംഗ് ചെയ്തിട്ട് അത് കാരണമുള്ള ദൂഷ്യവശങ്ങൾ അനുഭവിച്ച ആളുകൾ അവരുടെ ഇൽനെസ് എക്സ്പീരിയൻസ്, ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എല്ലാം കൂടെ വരുന്നതാണ് ബയോ സൈക്കോ സോഷ്യൽ മോഡൽ. സോ മെഡിക്കൽ മോഡലില് നമ്മൾ ഹെൽത്ത് ഇൻഫർമേഷന് സയന്റിഫിക് ഫാക്ട്സ് വഴിയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ സോഷ്യൽ, കൾച്ചറൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന്റെ കാര്യമായൊരു പ്രസക്തി ഇല്ല. മെഡിക്കൽ മോഡൽ നോളജ് ആൻഡ് ബിഹേവിയറിന്റെ ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്തിട്ട്. സെക്കൻഡ് മോഡലാണ് കുറച്ചും കൂടി നമ്മൾ ആളുകളിലേക്ക് യൂസ്ഫുൾ ആയിട്ട് എത്തിയിരിക്കുന്നത്, അതാണ് മോട്ടിവേഷണൽ മോഡൽ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആളുകളിൽ നമ്മളൊരു എൻതൂസിയാസം ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു താല്പര്യം ആദ്യം ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തു, ആ ഇൻഫർമേഷനിൽ ആളുകൾ അവരുടെ സ്വഭാവത്തിലോ അവരുടെ ആക്ഷൻസിലോ വ്യത്യാസം കൊണ്ടുവന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ കാര്യത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ മോട്ടിവേഷൻ വഴി ഹെൽത്ത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള മോഡലിലേക്ക് എത്തിയത്. പക്ഷെ ഒരു പുതിയൊരു ബിഹേവിയർ അല്ലെങ്കിൽ പുതിയൊരു ചേഞ്ച് ആളുകളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ള പ്രോസസ് ആയിരിക്കില്ല. ഇത് പല സ്റ്റേജസ് വഴിയായിരിക്കും ഹെൽത്ത് മോട്ടിവേഷൻ നടക്കുക. അപ്പൊ ആദ്യം ആളുകൾക്ക് ഒരു ഗോൾ വേണം, അതിനെ എങ്ങനെ അറ്റൈൻ ചെയ്യും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വേണം, അതിന് വേണ്ടതായിട്ടുള്ള സപ്പോർട്ട് വേണം, ഐഡിയാസ് വേണം. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ബിഹേവിയറൽ ചേഞ്ചസ് നമ്മൾ പറയാം, there are 3 stages എന്നാണ്: അവയർനെസ്, മോട്ടിവേഷൻ ആൻഡ് അഡോപ്ഷൻ ഓർ ആക്സെപ്റ്റൻസ്. അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക് നോളജ്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ആളുകൾ അതിലുള്ള ഇൻട്രസ്റ്റ് കൊണ്ടുവരിക, പിന്നെ അതിനനുസരിച്ച് ആളുകൾ ഇവാലുവേറ്റ് ചെയ്യും, ഡിസൈഡ് ചെയ്യും, എന്നിട്ടാണ് ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അത് അവരുടെ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. സോ ഇൻ ഡീറ്റെയിൽ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മോട്ടിവേഷൻ ആണ്. ആദ്യം ഇൻഫർമേഷൻ കൊടുക്കുക. നമ്മൾ പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് സബ്ജക്റ്റിനെ കുറിച്ച് നമുക്കുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാണ് അവയർനെസ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ വരുമ്പോഴത്തേക്കും ആദ്യം ഓരോ ഹെൽത്ത് നീഡ്സിനെ കുറിച്ച് ആളുകൾക്ക് അവയർനെസ് അല്ലെങ്കിൽ ബോധവൽക്കരണം വേണം. അതൊരു പബ്ലിക് ഇൻഫർമേഷൻ പ്ലാറ്റ്ഫോം വഴിയാണോ ഒരു ക്ലാസ് നടത്തിയിട്ട് ഒരു 10-30 ആളുകളെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലാവുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആളുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്താൻ പറ്റും. സെക്കൻഡ് സ്റ്റേജ് ആണ് മോട്ടിവേഷൻ. അവയർനെസ് അല്ലെങ്കിൽ നോളജ് കൊടുത്താൽ മാത്രം പോരാ, അത് മോട്ടിവേഷനിലേക്ക് എത്തുകയും കൂടെ വേണം. മോട്ടിവേഷനിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 3 സ്റ്റേജസ് ഉണ്ട്: ഇൻട്രസ്റ്റ്, ഇവാലുവേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ എവിൻസസ് ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട്. ആ
നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന നോളജിൽ ആൾക്ക് ആദ്യം ഒരു, ഫോർ എക്സാമ്പിൾ ജിമ്മിൽ പോവാ, വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പോകണം, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നല്ലോണം എക്സസൈസ് ഒക്കെ ചെയ്ത് ബോഡി ഫിറ്റ് ആക്കി വെക്കണം. അപ്പൊ ആദ്യം നമ്മൾ ആളെ കൺവിൻസ് ചെയ്ത് ആൾക്ക് അതിലൊരു താല്പര്യം വരണം, ഇൻഡിവിജ്വലിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് കുറെ ഇൻഫർമേഷൻ, എന്തൊക്കെ എക്സസൈസുകൾ ചെയ്താൽ എന്തൊക്കെ ശരീരത്തിന് ഗുണങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ ബ്ലഡ് പ്രഷർ കുറയും, അല്ലെങ്കിൽ ഹാർട്ട് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ട് ഫങ്ഷൻ ചെയ്യും, കൊളസ്ട്രോൾ ലെവൽ കുറയും, ഷുഗർ കുറയും, ഇങ്ങനെയുള്ള പോസിറ്റീവ് ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ മിനിമം ഒരു 30 മിനിറ്റ് നിങ്ങൾ ഡെയിലി വാക്കിങ്ങോ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്പാൻ ഇത്രയും കൂടാൻ സാധ്യതയുണ്ട്, ഇത്ര രീതിയിൽ നിങ്ങൾക്ക് അസുഖങ്ങൾ തടയാൻ പറ്റും എന്നൊരു ഇൻഫർമേഷൻ വഴി അവർക്ക് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ആളുകൾക്കൊരു താല്പര്യം ക്രിയേറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഈ കൊടുത്ത ഇൻഫർമേഷൻ വെച്ചിട്ട് ആള് തന്നെ ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ പഠനം നടത്തും. നമ്മൾ പറഞ്ഞ സബ്ജക്റ്റിന്റെ പല ആസ്പെക്ട്സിനെ കുറിച്ചും, സോഷ്യൽ, സൈക്കോളജിക്കൽ, ഇക്കണോമി, എല്ലാത്തിനെ കുറിച്ചും ആളൊരു സ്റ്റഡി നടത്തും. ചിലപ്പോൾ അതിന് വേണ്ടി മറ്റുള്ളവരുടെ ഹെൽപ്പ് എടുക്കണം, അതിന് എക്സ്പേർട്സ് ആയിട്ടുള്ളവരുടെ ഹെൽപ്പ് എടുക്കണമെങ്കിൽ അങ്ങനെയാവാം. അതുവഴി അവർ ആ നോളജിനെ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യും. ഈ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു മെന്റൽ പ്രോസസ്സാണ്. കുറെ തോട്ട് പ്രോസസ് കഴിഞ്ഞിട്ട് ഫൈനലി ആയിരിക്കും അവരൊരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് ഓരോ ഇൻഡിവിജ്വലും എത്തുന്നത്. സോ തേർഡ് സ്റ്റേജ് ഡിസിഷൻ മേക്കിംഗ് ആണ്, മോട്ടിവേഷൻ. അപ്പോൾ ഇത്രയും നോളജ് ഒക്കെ കിട്ടി, അതിനെ അവർ തലങ്ങും വിലങ്ങും ഇരുന്ന് ആലോചിച്ചു, എന്നിട്ട് ഫൈനലി അവർ ഡിസൈഡ് ചെയ്യും അത് ആക്സെപ്റ്റ് ചെയ്യണോ ഈ ഐഡിയനെ, അതോ റിജക്ട് ചെയ്യണോ, ഞാൻ ജിമ്മിലോട്ട് ജോയിൻ ചെയ്യണോ, അതാണോ എനിക്ക് നല്ലത്, അതോ പോവാണ്ടിരിക്കുന്നതാണോ എനിക്ക് നല്ലത്. ഫൈനൽ ഡിസിഷൻ വരാൻ പോകുന്നത് ആഫ്റ്റർ ഇവാലുവേഷൻ ആയിരിക്കും. സോ ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തഡാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഫ്രണ്ട്സോ ഗ്രൂപ്പോ അല്ലെങ്കിൽ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള പേഴ്സൺസോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ത്രൂ ആയിരിക്കും നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. സോ ഫൈനലി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ആക്ഷൻ ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു, അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചു, വാട്ട് എവർ ഇറ്റ് ഇസ്. ആ ഇതിനെ അഡോപ്റ്റ് ചെയ്യണോ, ആക്സെപ്റ്റ് ചെയ്യണോ പുതിയ ഐഡിയ, അതോ തള്ളിക്കളയണോ എന്നുള്ള ഡിസിഷൻ എടുക്കും. സോ ഇൻ കേസ് ആ ഡിസിഷൻ, ആ ചേഞ്ചിനെ ആളെ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റേണലൈസേഷൻ എന്ന് പറയുക. ഒരു പുതിയതായിട്ടുള്ള ഐഡിയ നമ്മൾ കൊടുത്തു, ആ ഐഡിയനെ അയാൾ ആദ്യം ഇൻട്രസ്റ്റ് കാണിച്ചു, പിന്നെ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചു, ഇവാലുവേറ്റ് ചെയ്തു, ഫൈനലി അതിനൊരു ഡിസിഷൻ എടുത്തു. ആ ഐഡിയനെ നമ്മുടെ ലൈഫിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതെന്റെ ലൈഫിൽ ഞാൻ ഉൾക്കൊള്ളിക്കാമെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ലൈഫിൽ ഇൻവോൾവ് ചെയ്തു കഴിഞ്ഞാലാണ് നമ്മൾ ഇന്റേണലൈസ് ആയി, ഒരു ഐഡിയ ഇന്റേണലൈസ്ഡ് ആയി എന്ന് പറയാം. സോ അതാണ് മോട്ടിവേഷൻ മോഡൽ. സോ തേർഡ് മോഡലാണ് സോഷ്യൽ ഇന്റർവെൻഷൻ മോഡൽ. സോഷ്യൽ ഇന്റർവെൻഷൻ മോഡൽ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മോഡലാണ്. ആദ്യം ഇതിന്റെ കോംപ്ലക്സിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം നമ്മുടെ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ് എന്താണ്, കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന ഹെൽത്ത് പ്രോബ്ലംസ് മനസ്സിലാക്കണം. ഇതിന് ആദ്യം പറഞ്ഞ മോട്ടിവേഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മോട്ടിവേഷൻ അപ്രോച്ചിനെക്കാട്ടിലും കുറച്ചും കൂടെ പ്ലാനിങ്ങും കുറച്ചും കൂടെ ഇൻവോൾവ്മെന്റും ഒക്കെ ആവശ്യമാണ്. രണ്ടാമത് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് വേണം ബിഹേവിയറിന് മുകളിൽ. അപ്പോ ഒരാളെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അയാളുടെ സോഷ്യൽ എൻവയറമെന്റ് കൂടി നമ്മൾ മാറ്റേണ്ടി വരും. ഒരു ഇൻഡിവിജ്വലിനോട് പോയിട്ട് ക്വിറ്റ് സ്മോക്കിംഗ് എന്ന് പറയുന്നതിനെക്കാട്ടിലും അവര് ഒരു കമ്മ്യൂണിറ്റി, അവർക്കൊരു ഫ്രണ്ട്സ്, പല കാര്യങ്ങളും നമുക്കറിയാം ഒരു കമ്മ്യൂണിറ്റിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ അതേ ഏജ് ഗ്രൂപ്പിലോ അവരുടെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കുള്ള ആളുകളോ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഒരു വ്യക്തിക്ക് അതൊരു നല്ല കാര്യമാണെന്നോ അവരുടെ ലൈഫിൽ അത് ചെയ്യുന്നോ തോന്നുക. അപ്പൊ നമുക്ക് ഒരു ഇൻഡിവിജ്വലിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഒരു ഗ്രൂപ്പിനെ ചേഞ്ച് ചെയ്യണം. ഒരു ഗ്രൂപ്പിന് ആ ഇൻഫർമേഷൻ കിട്ടി, ഗ്രൂപ്പിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വലിനെ നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇൻഫ്ലുവൻസിങ് എ ഗ്രൂപ്പാണ്
സോഷ്യൽ മെത്തേഡിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. പിന്നെ ഗ്രൂപ്പ് ലെജിറ്റിമേഷൻ എന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു സൊസൈറ്റിയോ അവരുടെ സോഷ്യൽ ഗ്രൂപ്പിലെയോ ആൾക്കാരെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഓരോ ആളുകളും ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരുമിച്ച് സ്മോക്ക് ചെയ്യുന്നവരാണ്, അതിലെ ഒരാൾ വിടുന്നു വിചാരിച്ചാൽ ചിലപ്പോൾ മറ്റുള്ളവർ പറയും ഈ നീ എന്തിനാ ക്വിറ്റ് ചെയ്യുന്നത്, നമുക്കൊരു എൻജോയ്മെന്റ് അല്ലേ, നമ്മളെ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിനെ മൊത്തമായിട്ട് നമ്മൾ കൺവിൻസ് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൽ ഓരോ ഇൻഡിവിജ്വലിനും പുതിയ പ്രാക്ടീസ് അല്ലെങ്കിൽ പുതിയ ചേഞ്ച് അഡോപ്റ്റ് ചെയ്യുള്ളൂ. ഗ്രൂപ്പ് സപ്പോർട്ട് സെയിം തിങ് ഓൺലി. ഗ്രൂപ്പ് ലെജിറ്റിമേഷൻ ആവാം, ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം, ഗ്രൂപ്പ് ലെജിറ്റിമേഷൻ അപ്രൂവ് ചെയ്യണം, പിന്നെ ഗ്രൂപ്പിന് സപ്പോർട്ടും കൂടെ വേണം. ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്നതിന് ഒരു ഗ്രൂപ്പിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിലാണ് വർക്ക് ഔട്ട് ആവുള്ളൂ. അതിന്റെ എക്സാമ്പിൾ ആണ് വാസെക്ടമി പ്രാക്ടീസ്. ഗർഭനിരോധനത്തിന് വേണ്ടിയിട്ട് ഇടക്കാലത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് വാസെക്ടമി. അപ്പൊ വാസെക്ടമി ചെയ്യണമെങ്കിൽ ആദ്യം ഒരു കമ്മ്യൂണിറ്റി ഓഫ് മെയിൽസ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, ഇതുകൊണ്ട് ആളുകൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇറ്റ് ഇസ് ട്യൂബെക്ടമി അല്ലെങ്കിൽ ഫീമെയിലിൽ ചെയ്യുന്ന പ്രൊസീജിയറിനെക്കാട്ടിലും എത്രയോ ഈസിയർ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. നോ സ്കാൽപ്പൽ വാസെക്ടമി എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഉണ്ട്. അത്രയും ഹോസ്പിറ്റൽ അഡ്മിഷൻ ഒന്നും വേണ്ടാത്ത ഇതായിരിക്കും. ചെയ്തു കഴിഞ്ഞാൽ സുഖമായിട്ട് വീട്ടിൽ പോവാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ ഇൻ ഡീറ്റെയിൽ ഒരു ഗ്രൂപ്പിന് ഇൻഫർമേഷൻ കൊടുത്തു കഴിയുമ്പോഴായിരിക്കും ചേഞ്ചസ് വരുന്നത്. പിന്നെ ഹ്യൂമൻ എക്കോളജിനെ മനസ്സിലാക്കാൻ പറ്റണം. സോ കൾച്ചറൽ, ബയോളജിക്കൽ, ഫിസിക്കൽ, സോഷ്യൽ, എൻവയറമെന്റൽ ഫാക്ടേഴ്സ് എല്ലാം അത് ഒരു മനുഷ്യന്റെ എല്ലാ രീതിയിലുള്ള ഫാക്ടേഴ്സിനെയും ഇൻവോൾവ് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഓരോ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യുന്നത്. സോ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ ഇന്റർവെൻഷൻ മോഡൽ. ഈ സോഷ്യൽ ഇന്റർവെൻഷൻ മോഡലിനെ നമ്മൾ കൊണ്ടുവരുന്നത് ഈ മോട്ടിവേഷൻ മോഡൽ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ഇൻഡിവിജ്വൽ മോട്ടിവേഷൻ മോഡലിന്റെ ബാക്ക് ഫ്ലോ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് കൊണ്ടാണ് ഇങ്ങനെ ഒരു സോഷ്യൽ ഇന്റർവെൻഷൻ മോഡൽ ഒരു ഗ്രൂപ്പിനെ എയിം ചെയ്തിട്ട് വേണ്ട ചേഞ്ച് കൊണ്ടുവരാൻ തുടങ്ങിയത്. ഈ സോഷ്യൽ ഇന്റർവെൻഷൻ മോഡൽ കുറച്ചും കൂടെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഇഫക്റ്റീവ് ആയിരുന്നു. കാരണം ഇത് ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ എക്കോളജി, ബാക്കി എൻവയറമെന്റൽ ഫാക്ടേഴ്സ്, സൊസൈറ്റിയിലെ ഫാക്ടേഴ്സ് എല്ലാത്തിനും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് എല്ലാം ഒരുമിച്ചിട്ട് കൊണ്ടുവന്നൊരു ചേഞ്ച് ആണ്. സോ ഇത് കുറച്ചുകൂടെ ഫലം തന്നൊരു പ്രോജക്റ്റ് ആണ്. ഫൈനൽ ടൈപ്പ് ആണ് കോംപ്രഹെൻസീവ് ബിഹേവിയർ ചേഞ്ച് സ്ട്രാറ്റജി. ഇതൊരു കൊഹറൻസ് സ്റ്റഡിയാണ്. കൊഹറൻസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെത്തേഡ്സ് യൂസ് ചെയ്യും ടു ചേഞ്ച് ബിഹേവിയർ. അത് ഒരു സിംഗിൾ മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഫെയിലിയർ വരുന്നത്. അതുകൊണ്ട് നമ്മളൊരു കോമ്പിനേഷൻ ഓഫ് അപ്രോച്ചസ് വഴിയായിരിക്കണം ലൈഫ് സ്റ്റൈൽ ചേഞ്ചോ പ്രോപ്പർ മെഡിക്കൽ കെയറോ കൊടുക്കുന്നത്. കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കൊഹറൻസ് സ്ട്രാറ്റജി യൂസ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്രോച്ചസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ മോഡൽസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ജസ്റ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള പല സ്റ്റെപ്സ് അല്ലെങ്കിൽ അപ്രോച്ചുകൾ ഉണ്ട്. റെഗുലേറ്ററി അപ്രോച്ച് ആവാം, സർവീസ് അപ്രോച്ച് ആവാം, ഹെൽത്ത് എഡ്യൂക്കേഷൻ ആവാം, അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് കെയർ ആവാം. റെഗുലേറ്ററി എന്ന് പറയുമ്പോൾ അത് തീരുമാനിക്കുന്ന ഒരു ഗവൺമെന്റ് ബോഡിയാണ് അല്ലെങ്കിൽ ഒരു അതോറിറ്റിയാണ് ടു ചേഞ്ച് ദ ഹ്യൂമൻ ബിഹേവിയർ. ഒരു ആക്ടോ അല്ലെങ്കിൽ ഒരു റൂളോ കൊണ്ടുവന്നിട്ട് അത് ആളുകളിലേക്ക് എത്തിക്കും. അതുവഴി കമ്പൽസറി ആയിട്ട് അവർ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറും. അതിനൊരു എക്സാമ്പിൾ ആയിരുന്നു ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട് വന്നത് 2006 പിന്നെ രണ്ടാമത് പറഞ്ഞത് സർവീസ് അപ്രോച്ച് ആണ്. അപ്പോൾ ഓരോ ബേസിക് ഹെൽത്ത് കെയർ സർവീസസ് ഓരോ ഇൻഡിവിജ്വലിന്റെയും ഡോർ സ്റ്റെപ്പിൽ അവർ ഓരോ ഇൻഡിവിജ്വലിനും എത്തിക്കുന്നതാണ് സർവീസ് അപ്രോച്ച്. പിന്നെ മൂന്നാമത്തത് ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോച്ച്. എഡ്യൂക്കേഷൻ വഴി ആളുകളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാനുള്ള അപ്രോച്ചാണ്.
എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ സിഗരറ്റ് സ്മോക്കിംഗ് പറഞ്ഞു, സേഫ് വാട്ടർ സപ്ലൈ യൂസ് ചെയ്യുന്ന പറഞ്ഞു, ഫെർട്ടിലിറ്റി കൺട്രോൾ പറഞ്ഞു. ഇത് കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട്സ് ആണ്. സ്ലോ ആണെങ്കിൽ കുറച്ചുകൂടെ ചേഞ്ചസ് ആളുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു മെത്തേഡ് ആയിരുന്നു. ഏത് മീഡിയ വേണമെങ്കിലും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാം, ഡോക്ടർ ടു പേഷ്യന്റ് പറയാം, അല്ലെങ്കിൽ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് അപ്രോച്ച് ആയിരുന്നു പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച്. അത് പല സെക്ടേഴ്സും ഡോക്ടർ, ഹെൽത്ത് കെയർ വർക്കർ എല്ലാരെയും കൂടി ഉൾക്കൊള്ളിച്ചിട്ട് ഉള്ള അപ്രോച്ചാണ് പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് റീസെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അതില് പ്രൊമോഷൻ ഉണ്ട്, ഹെൽത്ത് നീഡ്സിനെ പ്രൊമോട്ട് ചെയ്യുക, ഡിസീസസ് പ്രിവെൻഷൻ ഉണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്, റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ട്, ദെൻ പാലിയേഷൻ. ഇത് തന്നെയാണ് അൽമാട്ട ഡിക്ലറേഷന്റെ ബേസിസ്. പ്രൈമറി ഹെൽത്ത് കെയർ തന്നെയാണ് അൽമാട്ട ഡിക്ലറേഷനും പറഞ്ഞത് 1978. സോ 4 പില്ലേഴ്സ് നമ്മൾ പറഞ്ഞു. കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ വേണം, പല സെക്ടേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യിക്കണം, അപ്രോപ്രിയേറ്റ് ആയിട്ട് ടെക്നോളജി യൂസ് ചെയ്യണം, സപ്പോർട്ട് മെക്കാനിസം കൂടെ അവൈലബിൾ ആയിരിക്കണം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ മോഡൽസിനെ കുറിച്ചായിരുന്നു. മെഡിക്കൽ മോഡൽ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ടുള്ള നോളജ് ആണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഓരോ അസുഖത്തിനെ കുറിച്ചും അതിന്റെ ബേസിക്സ് എന്താണ്, എങ്ങനെയാണ് അസുഖം ഉണ്ടാവുന്നത്, അതിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏത് സ്റ്റേജിലാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തേണ്ടത് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കേണ്ടത്, അങ്ങനെയുള്ള ബേസിക് നോളജ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്തു മെഡിക്കൽ മോഡൽ വഴി. പിന്നെ മോട്ടിവേഷണൽ മോഡൽ പറഞ്ഞു. നമ്മൾ കൊടുത്ത ഇൻഫർമേഷനിൽ ആളുകൾ ആക്ട് ചെയ്തില്ലെങ്കിൽ അവരെ കുറച്ചും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി അതിലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം, മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം ആളുകളെ. ഇത് കുറച്ചും കൂടെ എഫക്റ്റീവ് മോഡലാണ് കമ്പയർ ടു മെഡിക്കൽ മോഡൽ എന്ന് പറഞ്ഞു. മോട്ടിവേഷന് 3 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. അവയർനെസ്, മോട്ടിവേഷൻ, അഡോപ്ഷൻ ഓർ ആക്സെപ്റ്റൻസ്. അപ്പോൾ അവയർനെസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നോളജ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു ആളുകൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന പുതിയ ചേഞ്ച് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. നെക്സ്റ്റ് സ്റ്റേജിൽ മോട്ടിവേഷൻ സ്റ്റേജ് ആണ്. നമ്മൾ പറഞ്ഞ നോളജ് വെച്ച് ആൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ ഇൻട്രസ്റ്റിന്റെ ബേസിൽ ആള് കാര്യമായിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യും, നല്ലോണം സ്റ്റഡി നടത്തും, നമ്മൾ കൊടുത്ത മെറ്റീരിയലോ അല്ലെങ്കിൽ ബാക്കി ആളുകളുടെ ഹെൽപ്പോ യൂസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് മനസ്സിലാക്കും. എന്നിട്ട് ഫൈനലി ആള് ഡിസിഷൻ മേക്കിംഗ് എടുക്കും. ഇനി ഈ ഡിസിഷൻ പോസിറ്റീവ് ആയിട്ട് വരികയാണ്, നമ്മൾ പറഞ്ഞ ചേഞ്ച് അയാളുടെ ലൈഫിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇന്റേണലൈസേഷൻ എന്ന് പറഞ്ഞു. ഫൈനൽ മോഡലാണ് സോഷ്യൽ ഇന്റർവെൻഷൻ മോഡൽ എന്ന് പറഞ്ഞു. സോഷ്യൽ ഇന്റർവെൻഷൻ മോഡൽ നമ്മുടെ മോട്ടിവേഷൻ മോഡൽ ഒരു ഫെയിലിയർ ആയതുകൊണ്ടാണ് സോഷ്യൽ ഇന്റർവെൻഷനിലേക്ക് എത്തിയത്. ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ ഒരു ഗ്രൂപ്പിനെയാണ്, മോർ ദാൻ ഇൻഡിവിജ്വൽ, ഒരു ഗ്രൂപ്പിനെ. കാരണം നമുക്കറിയാം ഒരാളുടെ ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പിൽ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിമിലർ ഐഡിയാസ് ഉള്ള ആളുകളെ ടാർഗറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവരുടെ സോഷ്യൽ ഗ്രൂപ്പ്സ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവരൊരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ടാവുള്ളൂ. ഗ്രൂപ്പ് സപ്പോർട്ട് അത്യാവശ്യമാണ്. ഇത് കുറച്ചുകൂടെ ഹ്യൂമൻ എക്കോളജി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആയിരുന്നു. കോംപ്രഹെൻസീവ് ബിഹേവിയർ സ്ട്രാറ്റജി പറഞ്ഞു, കോഹറൻസ് സ്ട്രാറ്റജി ഉണ്ട്. ഇതാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫൈനൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ, അത് ആക്ച്വൽ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്റ്റെപ്സ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാം. അതോടുകൂടെ ഈ ടോപ്പിക് കംപ്ലീറ്റ് ആവും. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ?